നമസ്കാരം. ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ നിന്നും ഒമാൻ വിദ്യാർത്ഥികളെ അധികൃതർ തടഞ്ഞു. പഠനം തടഞ്ഞത് അജ്മാൻ യൂണിവേഴ്സിറ്റി പഠനത്തിന് നിലവാരം കുറവെന്നാരോപിച്ച് ഒമാന്റെ ആരോപണം യൂണിവേഴ്സിറ്റി അധികൃതർ തള്ളി. മാരകമായ കൊറോണ വൈറസ് ഒട്ടകങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ലെന്ന് പഠന റിപ്പോർട്ട്. 3 വർഷത്തിലധികം പ്രായമായ ഒട്ടകങ്ങളിൽ 95% കൊറോണ വൈറസിനെ ചെറുക്കാൻ കഴിയും. 6 മാസം പ്രായമായവയ്ക്ക് മാത്രം പ്രതിരോധശേഷിയില്ല. ദുബായിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കായുള്ള പരിശോധനകൾ സാമ്പത്തിക മന്ത്രാലയം കർശനമാക്കി. ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 2 ലക്ഷത്തിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ. വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് സാമ്പത്തിക മന്ത്രാലയം. UAEയിൽ തീപിടുത്തം മുതൽ യുദ്ധം വരെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജനങ്ങൾക്കായുള്ള മാർഗരേഖ പുറത്തിറക്കി. ലക്ഷ്യം അപകടങ്ങളും തീപിടുത്തങ്ങളും നടക്കുമ്പോൾ ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കൽ. മാർഗരേഖയിൽ കെട്ടിടങ്ങളിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനവും. വാർത്തകൾ വിശദമായി. ദുബായിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കായുള്ള പരിശോധനകൾ സാമ്പത്തിക മന്ത്രാലയം കർശനമാക്കി. കഴിഞ്ഞ ആഴ്ച നടന്ന പരിശോധനകളിൽ ഇലക്ട്രോണിക് സാധനങ്ങളടക്കം 2 ലക്ഷത്തിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോണുകൾ, വാച്ചുകൾ തുടങ്ങിയവയുടെ വ്യാജന്മാരാണ് കൂടുതലും പിടിച്ചെടുത്തത്. എമിറേറ്റിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ കമ്പനി ഉൽപ്പന്നങ്ങൾ വ്യാപകമാണെന്ന പരാതികളെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ദുബായിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കായുള്ള പരിശോധനകൾ സാമ്പത്തിക മന്ത്രാലയം കർശനമാക്കിയത്. പരിശോധനകളിൽ ഇലക്ട്രോണിക് സാധനങ്ങളടക്കം 2 ലക്ഷത്തിലധികം വ്യാജ ഉൽപ്പന്നങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോണുകൾ, വാച്ചുകൾ തുടങ്ങിയവ അന്വേഷണത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ 70 ലക്ഷം ദിർഹം വില വരുന്നതാണ് പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങളെന്ന് മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. കിസൈസിലെയും ദേറയിലെയും പഴയ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപാരങ്ങൾ നടക്കുന്നത്. ആപ്പിൾ, സാംസങ്, HTC തുടങ്ങിയ കമ്പനികളുടെ വ്യാജ ഫോണുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും, ഫിലിപ്സ്, മോൾനെക്സ് തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങളുമാണ് പിടിച്ചെടുത്തവയിൽ ഏറെയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായും പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 19 കോടി വില വരുന്ന 3.5 കോടി വ്യാജ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മന്ത്രാലയം പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. വരും ദിവസങ്ങളിലും എമിറേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. മെഴ്സ് കൊറോണ വൈറസ് ഒട്ടകങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ലെന്ന് പഠന റിപ്പോർട്ട്. 3 വർഷത്തിലധികം പ്രായമുള്ള ഒട്ടകങ്ങളിൽ 95%-നും മെഴ്സ് കൊറോണ വൈറസിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്നും 6 മാസം പ്രായമായ ഒട്ടകങ്ങളിൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ഉള്ളൂവെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ദുബായ് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ദുബായ് കേന്ദ്രീകരിച്ച് നടത്തിയ പുതിയ പഠനത്തിലാണ് മെഴ്സ് കൊറോണ വൈറസുകൾ ഒട്ടകങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്ന് കണ്ടെത്തിയത്. ദുബായ് ഭരണാധികാരിയും പ്രധാനമന്ത്രിയും UAE വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ജൂണിലാണ് പഠനം ആരംഭിച്ചത്. കേന്ദ്ര മൃഗ ഗവേഷണ ലബോറട്ടറിയുടെ സയന്റിഫിക് ഡയറക്ടർ പ്രൊഫസർ ഉല്ലി വെർണറുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യത്യസ്ത പ്രായത്തിലും പ്രദേശത്തുമുള്ള 1000-ഓളം ഒട്ടകങ്ങളിലാണ് പഠനം നടത്തിയത്. 3 വയസ്സിലധികമുള്ള പ്രായപൂർത്തിയായ ഒട്ടകങ്ങളിൽ 95%-നും മെഴ്സ് കൊറോണ വൈറസിനെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനമുണ്ടെന്നും ഇവയിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസുകൾ പകരില്ലെന്നും പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 1 വയസ്സിൽ താഴെയുള്ള 80% ഒട്ടകങ്ങൾക്കും വൈറസിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്നും പ്രൊഫസർ ഉല്ലി പറഞ്ഞു. 6 മാസം വരെ പ്രായമുള്ള ഒട്ടക കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് കാര്യമായ വൈറസിനെതിരെയുള്ള പ്രതിരോധശേഷി ഇല്ലാത്തത്. ഇത്തരം ഒട്ടക കുഞ്ഞുങ്ങളുമായി മനുഷ്യർക്ക് കാര്യമായ ഇടപഴകലില്ലാത്തതിനാൽ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ല. പക്ഷേ എവിടെ നിന്നാണ് ഒട്ടക കുഞ്ഞുങ്ങളിലേക്ക് പോലും വൈറസുകൾ പകരുന്നതെന്ന് അത്ഭുതകരമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗൾഫ് നാടുകളിലെ 90% ഒട്ടകങ്ങളും മെഴ്സ് രോഗബാധിതരാണെന്നും മനുഷ്യർക്ക് വേണ്ടി മരുന്നുകൾ ഉടൻ ഉൽപ്പാദിപ്പിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടിരുന്നു. UAEയിൽ മാത്രം 2.5 ലക്ഷം ഒട്ടകങ്ങളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഒട്ടകങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ എന്നതിനാൽ സൗദിയുടെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്നും ഗവേഷണ സംഘം പറഞ്ഞു. അതേസമയം മെഴ്സ് രോഗം ബാധിച്ചവരിൽ നിന്നും ഒട്ടകങ്ങളിൽ നിന്നും അകലം സൂക്ഷിക്കാനും ഒട്ടകപ്പാൽ, ഇറച്ചി എന്നിവ ഒഴിവാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി.
കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിരന്തരം കഴുകണമെന്നും 38 ഡിഗ്രിയിലധികം പനിയും തുടർച്ചയായി ചുമയുമുണ്ടെങ്കിൽ അടിയന്തര വൈദ്യസഹായം തേടാനും ആരോഗ്യ അധികൃതർ നിർദ്ദേശിച്ചു. ശ്വാസകോശ അസുഖങ്ങളുള്ളവരും പ്രമേഹബാധിതരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2012 സൗദിയിൽ ആദ്യമായി കാണപ്പെട്ട MERS വൈറസ് ഇതുവരെ 1042 മനുഷ്യരിലേക്ക് പകർന്നിട്ടുണ്ട്. 23 രാജ്യങ്ങളിലായി 419 പേർക്കാണ് ഇതുവരെ MERS രോഗം ബാധിച്ച് മരിച്ചത്. ന്യൂസ് ഡെസ്ക് NTV. മലയാളത്തിൻ്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും നിലനിർത്തിയാണ് താൻ നൃത്തരൂപങ്ങൾ ആവിഷ്കരിക്കുന്നതെന്ന് പ്രമുഖ ചലച്ചിത്ര താരം ശോഭന. കേരളത്തിനെ പോലെ തന്നെ താൻ ദുബായിയെയും സ്നേഹിക്കുന്നതായും അവർ NTVയോട് പറഞ്ഞു. ശോഭന ആവിഷ്കരിച്ച പ്രത്യേക നൃത്തരൂപമായ കൃഷ്ണയുടെ അവതരണത്തിനായാണ് ശോഭന ദുബായിലെത്തിയത്. മലയാളത്തിൻ്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും നിലനിർത്തിയാണ് താൻ കൃഷ്ണയെന്ന നൃത്തശില്പം അണിയിച്ചൊരുക്കിയതെന്നും കേരളത്തിനെ പോലെ തന്നെ തനിക്ക് ദുബായും പ്രിയപ്പെട്ടതാണെന്നും ശോഭന പറഞ്ഞു. കേരളം പോലെ തന്നെ UAE is also home because ഇവിടെ കുറേ ഞാൻ വന്നിട്ടുണ്ട് ഫോർ സ്റ്റേജ് ഷോസ് പിന്നെ ഫിലിം ഷോസ്. സോ എനിക്ക് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ആക്ച്വലി മൂവിങ് ഫ്രം കേരള. കൈൻഡ് ഓഫ് പീപ്പിൾ ആർ വാട്ട് ഇറ്റ് ഈസ്. ഫ്യൂഷൻ, ഫോക്ക്, ഹിന്ദി, ഭജൻ, തെലുങ്ക് തുടങ്ങി ഇന്ത്യയുടെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന നൃത്ത ആവിഷ്കാരം എന്ന നിലയ്ക്കാണ് കൃഷ്ണ എന്ന തൻ്റെ സംഗീത ശില്പം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നൃത്തരൂപങ്ങളെല്ലാം സാധാരണക്കാരനെ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ശോഭന വെളിപ്പെടുത്തി. കഥകളി മുദ്രകൾ പോലെ തന്നെ സങ്കീർണമായ മുദ്രകളും നൃത്തവിശേഷങ്ങളും സ്റ്റേജ് ഷോകളിൽ ഉപയോഗിക്കാൻ താൻ താൽപ്പര്യപ്പെടുന്നില്ല. തമിഴിലെ പ്രശസ്ത താരങ്ങൾ കൃഷ്ണയിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ടെന്നും മലയാളികൾ കൃഷ്ണ എന്ന നൃത്തരൂപത്തെ ഏറ്റെടുക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും ശോഭന പറഞ്ഞു. ന്യൂസ് ഡെസ്ക് NTV. പ്രവാസി ഇന്ത്യക്കാരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വേദിയൊരുക്കും. ഇതിനായി എല്ലാ മാസവും ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ പ്രവാസികളുടെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ കൗൺസിലർ അറിയിച്ചു. ഇന്ദ്രധനുഷ് എന്ന പേരിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നിറവർണം എന്നാണ് പദ്ധതിയുടെ പേര്. ഇന്ദ്രധനുഷിൻ്റെ രണ്ടാമത്തെ സാംസ്കാരിക നൃത്ത സംഗമം ഇന്ന് കോൺസുലേറ്റിൽ അരങ്ങേറുകയാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ വേദി ഒരുക്കാനുള്ള പദ്ധതികൾക്കാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് രൂപം നൽകിയിരിക്കുന്നത്. എല്ലാ മാസവും കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ പ്രവാസികളുടെ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. കലാകാരന്മാരായ പ്രവാസി ഇന്ത്യക്കാർക്കു വേണ്ടിയുള്ള ഈ പുതിയ സാംസ്കാരിക ഇടപെടലിനെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ദ്രധനുഷ്, ഇന്ത്യൻ സംസ്കാരത്തിന്റെ നിറവർണം എന്നാണ് പദ്ധതിയുടെ പേരെന്ന് ഇന്ത്യ പ്രസ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ കൗൺസിലർ സൗമ്യ നായർ അറിയിച്ചു. ഇന്ദ്രധനുഷിന്റെ ആദ്യ അവതരണം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ഉസ്താദ് മക്ബൂൽ ഖാന്റെയും മകൻ സീഷൻ ഖാന്റെയും ഹിന്ദുസ്ഥാനി സംഗീതമായിരുന്നു നടന്നത്. ഇന്നു നടക്കുന്ന ഇന്ദ്രധനുഷിന്റെ രണ്ടാം പ്രകടനത്തിൽ ഭാരതത്തിന്റെ നാട്യവൈഭവം വിളിച്ചോതുന്ന നൃത്തശില്പം അരങ്ങേറും. ഭാരതമാതാവിനുള്ള പ്രണാമമായി സംഘടിപ്പിക്കുന്ന നൃത്തശില്പത്തിന് ഭാരതീയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രവാസി ഇന്ത്യക്കാർ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കോൺസുലേറ്റ് അറിയിച്ചു. fb.com/indianconsulate.dubai എന്ന പേജിൽ പോയാൽ പരിപാടിയുടെ വിശദാംശങ്ങൾ ലഭിക്കും. ഇന്ത്യൻ സാംസ്കാരിക സംഘടനകൾക്ക് സാംസ്കാരിക പരിപാടികൾ നടത്താൻ ഓഡിറ്റോറിയം വിട്ടുകൊടുക്കാനും കോൺസുലേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ചർച്ച ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതിക്കും കോൺസുലേറ്റ് രൂപം നൽകിയിട്ടുണ്ട്. മാഫൻസ് എന്ന് പേരിട്ട പദ്ധതിയിലൂടെ വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ കോൺസുലേറ്റ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് NTV. UAEയിൽ തീപിടുത്തം മുതൽ യുദ്ധം വരെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് മാർഗരേഖ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതോറിറ്റി പുറത്തിറക്കി. സംരക്ഷണത്തിലേക്കുള്ള ഏറ്റവും പ്രധാന നടപടി തയ്യാറെടുപ്പാണ് എന്ന തലവാചകം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാർഗരേഖയിൽ അപകടങ്ങളും തീപിടുത്തങ്ങളും നടക്കുമ്പോൾ ദുരന്തം പരമാവധി എങ്ങനെ കുറയ്ക്കാമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും സ്വത്തുനാശം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതോറിറ്റി പുറത്തിറക്കിയ മാർഗരേഖയിലുള്ളത്. അപകടങ്ങളും തീപിടുത്തങ്ങളും സംഭവിക്കുമ്പോൾ ദുരന്തം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർഗരേഖയിൽ വിവിധ നിർദ്ദേശങ്ങൾ അധികൃതർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സംരക്ഷണത്തിലേക്കുള്ള ഏറ്റവും പ്രധാന നടപടി തയ്യാറെടുപ്പാണ് എന്ന തലവാചകം ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാർഗരേഖയിൽ വിവിധ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ വിവരിക്കുന്നു. റോഡ്, സ്കൂൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ സ്വയം രക്ഷ നേടുന്നതിനും കുടുംബത്തെയും മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
യുദ്ധവും മറ്റ് ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളും വിശദമായി മാർഗരേഖയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൻ്റെ പാഠങ്ങളും മുറിവിൽ നിന്നുള്ള രക്തസ്രാവം നിർത്താനും പൊട്ടലേറ്റവരെയും എല്ലുകൾക്ക് പൊട്ടലേറ്റവരെയും ശുശ്രൂഷിക്കാനും ഹൃദയാഘാതം സംഭവിച്ചവരെ രക്ഷിക്കാനുമുള്ള വിവിധതരം മാർഗങ്ങളും മാർഗരേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ വിവിധ ഉപകരണങ്ങളും നിർമ്മിതികളും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ പുസ്തകത്തിൽ വിവരിക്കുന്നു. ജൈവായുധ ആക്രമണങ്ങളിൽ നിന്നും ബോംബ് സ്ഫോടനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളും മുൻകരുതൽ മാർഗരേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഷാർജ അബുഷഗാരയിലും അബുദാങ്ങിലും പ്രവർത്തിക്കുന്ന ഉപയോഗിച്ച വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന വാഹന മാർക്കറ്റ് ഈ വർഷം അവസാനത്തോടെ ഷിഖ അൽഹംറയിലെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് പുതിയ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. ഷാർജ അബുഷഗാരയിലും അബുദാങ്ങിലും പ്രവർത്തിക്കുന്ന പഴയ വാഹനങ്ങളുടെ വിൽപ്പന ചന്ത ഈ വർഷം അവസാനത്തോടെയാണ് പുതിയ സ്ഥലത്തേക്ക് മാറുന്നത്. 2 ഘട്ടങ്ങളിലായാണ് മാറ്റം പൂർത്തിയാവുന്നത്. പഴയ ചന്തയിൽ 630 സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ചന്തയിൽ കാർ വിൽപ്പനയ്ക്ക് പുറമെ സാധന സാമഗ്രികളുടെ വിപണിയും നഗരസഭാ ഓഫീസ്, രജിസ്ട്രേഷൻ, ലൈസൻസിംഗ്, സെക്യൂരിറ്റി ഓഫീസുകൾ എന്നിവയും പ്രവർത്തിക്കും. ഷാർജയിലെ പ്രധാന ജനവാസ മേഖലയായ അബുഷഗാരയിലെ നിലവിലെ മാർക്കറ്റിലെ തിക്കും തിരക്കും ബഹളവും പരിഗണിച്ചാണ് പുതിയ സ്ഥലത്തേക്ക് ചന്ത മാറുന്നത്. ഈ ഭാഗത്തെ പാർക്കിംഗ് മേഖലകളെല്ലാം വിപണിയിലെ കാറുകൾ കയ്യേറുന്നതിനാൽ താമസക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനും തടസ്സമാകുന്നുണ്ട്. വാഹനച്ചന്ത മാറുന്നതോടെ മേഖല ബഹളമുക്തമാകുമെന്നും പുതിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപിതമാകുമെന്നുമാണ് അധികൃതരുടെ പ്രതീക്ഷ. ഷാർജ അന്തർദേശീയ വിമാനത്താവളത്തിന് സമീപം 8,77,495 ചതുരശ്ര മീറ്ററിലാണ് പുതിയ ചന്ത ഒരുക്കിയിരിക്കുന്നത്. ആധുനിക രീതിയിൽ ഒരുക്കിയിരിക്കുന്ന മാർക്കറ്റിൽ വാഹന സംബന്ധമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് NTV. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് എമിറേറ്റ്സ് എയർലൈൻസ് മെയ് 1 മുതൽ നിർത്തിവെച്ചു. റൺവേ ബലപ്പെടുന്നതിൻ്റെ ഭാഗമായി കരിപ്പൂർ വിമാനത്താവളം 6 മാസം ഭാഗികമായി അടച്ചിടുമെന്ന അറിയിപ്പിനെ തുടർന്നാണ് ബുക്കിംഗ് നിർത്തിവെച്ചത്. ആഴ്ചയിൽ 11 വിമാനങ്ങളാണ് എമിറേറ്റ്സ് ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് സർവീസ് നടത്തുന്നത്. മെയ് 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് വിമാനത്താവളം അടച്ചിടുന്നത്. വലിയ വിമാനങ്ങൾക്ക് തിരക്കേറിയ ഈ കാലയളവിൽ കരിപ്പൂരിലേക്ക് സർവീസ് നടത്താൻ കഴിയില്ല. റൺവേ ജോലി നടക്കുന്ന ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 8 വരെ വിമാനത്താവളം പൂർണ്ണമായി അടച്ചിടുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വദേശിവൽക്കരണം പരാജയമാണെന്ന് തംഗീൻ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനും സിഇഒയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ വ്യക്തമാക്കി. GCC രാജ്യങ്ങളിലെ മനുഷ്യവിഭവശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹ്റൈൻ്റെ നിരക്ക് വളരെ കുറവാണ്. അതിനാൽ ചുരുങ്ങിയ മനുഷ്യവിഭവശേഷിയുള്ള രാജ്യമെന്ന നിലയ്ക്ക് ബഹ്റൈനിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ സ്വദേശികൾക്കും തൊഴിൽ നൽകാൻ സർക്കാരിന് സാധ്യമല്ലെന്നും രാജ്യത്തെ സ്വകാര്യ മേഖലയും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്തിലെ പരീക്ഷണ പറക്കൽ അബുദാബിയിൽ നടന്നു. സ്വിസ് സാഹസികരായ ബെർട്രാൻഡ് പിർക്കാദിൻ്റെയും ആന്ദ്രേ ബോർഡ് ബെർഗിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഈ വിമാനത്തിൽ അടുത്ത മാസം സാഹസികർ ലോകം ചുറ്റും. ഒരു തുള്ളി ഇന്ധനം പോലും ഉപയോഗിക്കാതെയാണ് വിമാനം പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്തിന്റെ പരീക്ഷണ പറക്കലാണ് അബുദാബിയിൽ നടന്നത്. സ്വിസ് സാഹസികരായ ബെർട്രാൻഡ് പിക്കാർഡിന്റെയും ആന്ദ്രേ ബോസ്ബർഗിന്റെയും ഉടമസ്ഥതയിലുള്ളതാണ് വിമാനം. ഇന്നലെയാണ് എമിറേറ്റിലെ വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ അബുദാബിയിൽ നടന്നത്. സോളാർ ഇമ്പൾസ് 2 എന്ന ഈ വിമാനത്തിൽ ലോകം ചുറ്റാനൊരുങ്ങുകയാണ് സാഹസികർ. മാർച്ച് മാസത്തിൽ അബുദാബിയിൽ നിന്നായിരിക്കും ലോക ചരിത്രത്തിലെ സൗരോർജ്ജ വിമാനത്തിലെ ആദ്യ ലോകം ചുറ്റൽ ആരംഭിക്കുന്നത്. ഒരു തുള്ളി ഇന്ധനം പോലും ആവശ്യമില്ലാതെ പകലും രാത്രിയും തുടർച്ചയായി യാത്ര നടത്താനാകുന്ന തരത്തിലായിരിക്കും വിമാന നിർമ്മാണം. പ്രസ്തുത വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ അബുദാബിയിൽ 4 മണിക്കൂറോളം നടന്നു. പ്രൊഫഷണൽ ടെസ്റ്റ് പൈലറ്റ് മാർക്കസ് ഷെർഡലിന്റെ ഈ യാത്രയ്ക്ക് ശേഷം സോളാർ ഇമ്പൾസ് സ്ഥാപകനും സിഇഒയുമായ ആന്ദ്രേ ബോസ്ബർഗ് ദിനം മുഴുവൻ നീണ്ട പറക്കൽ നടത്തി. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, കോർണിഷ്, കിഴക്കൻ കണ്ടൽക്കാടുകൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങളുടെ മുകളിലും SI2 വിസ്മയം തീർത്തു. വരുന്ന ആഴ്ചയിൽ കൂടുതൽ വിമാനങ്ങൾ പരീക്ഷണ പറക്കലിനും ലോക പര്യടനത്തിനായും അബുദാബിയിലെത്തുമെന്ന് അധികൃതർ പറഞ്ഞു. വ്യത്യസ്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തനത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് അബുദാബിയെ തിരഞ്ഞെടുത്തതെന്ന് SI2വിന്റെ നിർമ്മാതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ദുബായിൽ 45 രാജ്യങ്ങളിൽ നിന്നും 800ഓളം അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ചാലഞ്ച് ദുബായ് ട്രയാത്ലൺ മത്സരം ആരംഭിച്ചു.
ഒമാനിലും ബഹ്റൈനിലും ദുബായിലും നടക്കുന്ന ട്രിപ്പിൾ ക്രൗൺ സീരീസിലെ ആദ്യ മത്സരം കൂടിയാണിത്. ഇതാദ്യമായാണ് മിഡിൽ ഈസ്റ്റിലെ 3 രാജ്യങ്ങളിലെ ചാമ്പ്യൻഷിപ്പ് കോർത്തിണക്കി ട്രിപ്പിൾ ക്രൗൺ സീരീസിന് തുടക്കമിടുന്നത്. ലോക ചാമ്പ്യന്മാരും ഒളിമ്പിക് മെഡൽ ജേതാക്കളും പോരിനിറങ്ങിയ മത്സരത്തിൽ 3 ജയിച്ചാൽ $10 ലക്ഷം സമ്മാനത്തുക. 45 രാജ്യങ്ങളിൽ നിന്ന് 800ഓളം അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ചാലഞ്ച് ദുബായ് ട്രയാത്ലൺ മത്സരങ്ങൾക്കാണ് ഇന്ന് ജുമൈറയിൽ തുടക്കമായിരിക്കുന്നത്. 100 കണക്കിന് വനിതകളും പുരുഷന്മാരുമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ രാവിലെ 5 മണിയോടെ ജുമൈറ ബീച്ചിലെത്തിയത്. 7 മണിയോടെ ആരംഭിച്ച മത്സരത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള 68കാരി ഫൗവാദ് സാലിബയും പങ്കെടുക്കുന്നുണ്ട്. 376 UAE അത്ലറ്റുകളും 171 വനിതകളും പങ്കെടുക്കുന്ന മത്സരത്തിൽ രാവിലെ ജുമൈറ ബീച്ച് പാർക്കിൽ നീന്തൽ മത്സരമാണ് ആദ്യം നടന്നത്. വിവിധ പ്രായഗ്രൂപ്പിലുള്ളവർ വ്യത്യസ്ത ബാച്ചുകളായാണ് മത്സരത്തിനിറങ്ങിയത്. നീന്തലിന് ശേഷമാണ് സൈക്കിൾ മത്സരങ്ങൾ നടക്കുന്നത്. അൽസഫ പാർക്ക്, നാദ് അൽ ഷബ, അലൈൻ റോഡ്, അൽ അവീർ, യൂണിവേഴ്സിറ്റി ആൻഡ് ടെക്നിക്കൽ കോളേജ് വഴി മെയ്ദാൻ വരെ പോയി തിരിച്ച് ജുമൈറയിലാണ് സൈക്കിൾ റേസ് അവസാനിക്കുന്നത്. ജുമൈറ ബീച്ചിലൂടെ 21.1 കിലോമീറ്റർ ഓട്ട മത്സരമാണ് ഇനി നടക്കുന്നത്. ദുബായിയുടെ ബിംബങ്ങളായ ബുർജ് അൽ അറബ്, ബുർജ് ഖലീഫ തുടങ്ങിയവ സ്പർശിച്ച് നടക്കുന്ന മത്സരത്തിൽ സൈക്ലിംഗിൽ ഒരു ഭാഗം മരുഭൂമിയിലൂടെയാണ്. ഒമാനിലും ബഹ്റിനിലും ദുബായിലും നടക്കുന്ന ട്രിപ്പിൾ ക്രൗൺ സീരീസിലെ ആദ്യ മത്സരം കൂടിയാണിത്. ഇതാദ്യമായാണ് മിഡിൽ ഈസ്റ്റിലെ 3 രാജ്യങ്ങളിലെ ചാമ്പ്യൻഷിപ്പ് കോർത്തിണക്കി ട്രിപ്പിൾ ക്രൗൺ സീരീസിന് തുടക്കമിടുന്നത്. ലോക ചാമ്പ്യന്മാരും ഒളിമ്പിക് മെഡൽ ജേതാക്കളും പോരിനിറങ്ങിയിരിക്കുന്ന മത്സരത്തിൽ 3 ജയിച്ചാൽ $10 ലക്ഷം സമ്മാനത്തുക. ചാലഞ്ച് ദുബായ് ജേതാക്കൾക്ക് $3 ലക്ഷം ലഭിക്കും. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ആദ്യ 10 സ്ഥാനക്കാർക്ക് സമ്മാനമുണ്ടാകും. ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിലാണ് ഏകദിന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ 8ാമത് സമൂഹ വിവാഹം സബീൽ പാർക്കിൽ നടന്നു. ദുബായ് ഉപഭരണാധികാരിയും UAE ധനകാര്യമന്ത്രിയും ദീവ പ്രസിഡന്റുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ 37 ദമ്പതികൾ പുതുജീവിതത്തിലേക്ക് കടന്നു. ദീവയിലെ ജീവനക്കാർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചു വരുന്നത്. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ നിന്ന് ഒമാൻ വിദ്യാർത്ഥികളെ ഒമാൻ അധികൃതർ തടഞ്ഞു. വേണ്ടത്ര നിലവാരമില്ലെന്ന് ആരോപിച്ചാണ് അടുത്ത അധ്യയന വർഷത്തെ പ്രവേശനം ഒമാൻ ഉന്നതാധികാര മന്ത്രാലയം തടഞ്ഞത്. ഒമാന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് തങ്ങൾ നൽകുന്നതെന്നും അജ്മാൻ യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു. ഒമാനിൽ നിന്നുള്ള 10,000-ലധികം വിദ്യാർത്ഥികളാണ് അജ്മാനിൽ നിന്നും ബിരുദം സമ്പാദിച്ചത്. ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഒമാനി വിദ്യാർത്ഥികൾ അജ്മാൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവേശനം നേടാൻ പാടില്ലെന്ന് ബുധനാഴ്ചയാണ് ഉത്തരവിട്ടത്. ഉത്തരവിന് മറുപടിയായി ഇന്നലെ അജ്മാൻ യൂണിവേഴ്സിറ്റി അയച്ച കത്തിലാണ് ഒമാന്റെ ആരോപണങ്ങൾ തള്ളിയത്. ഒമാന്റെ ബിരുദ അക്രഡിറ്റേഷൻ വിഭാഗം ഡയറക്ടർ ഒമാൻ TVയിലൂടെയാണ് യൂണിവേഴ്സിറ്റിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. UAE ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം നിഷ്കർഷിച്ചതിലും അധികം വിദ്യാർത്ഥികളാണ് 2010 മുതൽ 15 വരെ പഠിച്ചതെന്നും ഒമാൻ അധികൃതർ ആരോപിച്ചു. അക്കാദമിക നിലവാരവും പഠന സംവിധാനങ്ങളും കുറവാണെന്നും ഒമാൻ പറഞ്ഞിരുന്നു. ഒമാൻ അധികൃതരുടെ ആരോപണങ്ങളെ സർവകലാശാല പൂർണ്ണമായും തള്ളി. UAE ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിച്ച എണ്ണത്തിലുള്ള വിദ്യാർത്ഥികളെ മാത്രമേ ഈ വർഷങ്ങളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ വിദഗ്ധർ തയ്യാറാക്കിയ സിലബസ് അനുസരിച്ചാണ് ക്ലാസുകൾ നടക്കുന്നതെന്നും അജ്മാനിലെയും ഫുജൈറയിലെയും ക്യാമ്പസുകൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞു. ഒമാനിൽ നിന്നുള്ള 10,000-ഓളം പേരാണ് അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുവരെ ബിരുദധാരികളായി പുറത്തിറങ്ങിയത്. നിലവിൽ 749 ഒമാനി വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ദുബായിൽ സംഘടിപ്പിക്കുന്ന കിഡ്സ് റണ്ണിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. മാർച്ച് 20, 21 തീയതികളിൽ മീഡിയ സിറ്റി ആംഫി തിയേറ്ററിലാണ് കിഡ്സ് റൺ നടക്കുന്നത്. ഷെയ്ഖ ജലീദ ബിൻ മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ രക്ഷാധികാരിത്വത്തിൽ ഇത്തിസലാത്തിൻ്റെ സഹകരണത്തോടെ UAE അത്ലറ്റിക് ഫെഡറേഷൻ, CPI മീഡിയ ഗ്രൂപ്പ് എന്നിവരാണ് കിഡ്സ് റൺ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ മുഖ്യ ഇനം 3 വിഭാഗങ്ങളായി തിരിച്ചുള്ള ഓട്ട മത്സരങ്ങളാണ്. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന വേതന സുരക്ഷാ നിയമം ഗാർഹിക ജോലിക്കാർക്കും നടപ്പാക്കാൻ ആലോചിക്കുന്നതായി മന്ത്രാലയത്തിൻ്റെ റിയാദ് മേഖലാ ശാഖ മേധാവി അബ്ദുള്ള അൽ ഉലൈലാൻ പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് വേതന സുരക്ഷാ നിയമം ഗാർഹിക ജോലിക്കാർക്കും നടപ്പാക്കുന്നത്. നിലവിലെ സ്പോൺസറുടെ കീഴിലുള്ള ഇഖാമയും വർക്ക് പെർമിറ്റും കാലാവധി അവശേഷിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറാവുന്നതാണ് പുതിയ നിയമം.
തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് സൗദിയിൽ വേതന സുരക്ഷാ നിയമം ഗാർഹിക ജോലിക്കാർക്കും നടപ്പാക്കുന്നത്. ഇതനുസരിച്ച് ശമ്പളം നൽകാതിരിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന ഗാർഹിക ജോലിക്കാർക്ക് മറ്റു തൊഴിലുടമയിലേക്ക് സ്പോൺസർഷിപ്പ് മാറാനും നിയമം അനുവദിക്കും. നിലവിലെ സ്പോൺസറുടെ കീഴിലുള്ള ഇഖാമയും വർക്ക് പെർമിറ്റും കാലാവധി അവശേഷിക്കുന്ന അവസ്ഥയിലും അനുവാദം കൂടാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറാൻ സാധിക്കും. വേതന സുരക്ഷാ നിയമത്തിന്റെ 6ാം ഘട്ടം ഏപ്രിൽ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 240 ജോലിക്കാർ വരെയുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ കൂടി വേതന സുരക്ഷാ നിയമം നടപ്പാക്കുന്നതോടെ രാജ്യത്തെ 80% തൊഴിലാളികളും വേതന സുരക്ഷാ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നവരായിത്തീരും. ആദ്യഘട്ടത്തിൽ 3000 തൊഴിലാളികളിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ ആരംഭിച്ച നിയമം 5ാം ഘട്ടത്തിൽ 320 പേരുള്ള സ്ഥാപനങ്ങളിലാണ് നടപ്പാക്കിയിരുന്നത്. വേതന വിവരങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങൾ ഓൺലൈൻ വഴി തൊഴിൽ മന്ത്രാലയത്തിന് മാസാന്ത്യം നൽകുന്ന രീതിയാണ് വേതന സുരക്ഷാ നിയമത്തിലൂടെ നടപ്പാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. മക്കയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. ഹറം വികസന സമിതി യോഗത്തിലാണ് ഗവർണർ ഇക്കാര്യം അറിയിച്ചത്. പ്രാഥമിക ഘട്ടം മുതൽ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3ാം വർഷത്തിലേക്ക് കടന്ന ഹറം വികസന പദ്ധതിയുടെ ഭാഗമായി മദാദ് വികസനം പൂർത്തിയാക്കുന്നതോടെ മണിക്കൂറിൽ 1,50,000 പേർക്ക് ഖാബയെ പ്രദക്ഷിണം ചെയ്യാൻ കഴിയുമെന്നും ഡോക്ടർ ഫൈസൽ വഖ പറഞ്ഞു. തീർത്ഥാടകർക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലാണ് വികസന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഹറം വികസന സമിതി യോഗത്തിലാണ് മക്കയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ അറിയിച്ചത്. പ്രാഥമിക ഘട്ടം മുതൽ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. മക്കയുടെ തനിമ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതി ധാരാളം സാമ്പത്തിക ചെലവുകളും മാനവ വിഭവശേഷിയും ആവശ്യമുള്ളതാണ്. എന്നാൽ ദൃഢനിശ്ചയത്തോടെ നടപ്പാക്കാൻ കഴിയുന്നതാണിതെന്നും അമീർ ഖാലിദ് അൽ ഫൈസൽ വ്യക്തമാക്കി. യോഗത്തിൽ പദ്ധതിയുടെ സാങ്കേതിക വിഭാഗം മേധാവി ഡോക്ടർ ഫൈസൽ വഖ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ ഗവർണർക്ക് വിശദീകരിച്ചു. 3ാം വർഷത്തിലേക്ക് കടന്ന ഹറം വികസന പദ്ധതിയുടെ ഭാഗമായി മദാഫ് വികസനം പൂർത്തിയാക്കുന്നതോടെ മണിക്കൂറിൽ 1,50,000 പേർക്ക് കബയെ പ്രദക്ഷിണം ചെയ്യാൻ കഴിയുമെന്നും ഡോക്ടർ ഫൈസൽ വഖ പറഞ്ഞു. തീർത്ഥാടകർക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലാണ് വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വികലാംഗർക്കും അവശർക്കും കബയെ പ്രദക്ഷിണം ചെയ്യാനായി പ്രത്യേക മദാഫ് നിര തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് സൈഫ് ചെയ്യാനുള്ള സഫ മർവ കുന്നുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. പ്രധാന വാർത്തകൾ വീണ്ടും. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ നിന്നും ഒമാൻ വിദ്യാർത്ഥികളെ അധികൃതർ തടഞ്ഞു. പഠനം തടഞ്ഞത് അജ്മാൻ യൂണിവേഴ്സിറ്റി പഠനത്തിന് നിലവാരം കുറവെന്നാരോപിച്ച് ഒമാന്റെ ആരോപണം യൂണിവേഴ്സിറ്റി അധികൃതർ തള്ളി. മാരകമായ കൊറോണ വൈറസ് ഒട്ടകങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ലെന്ന് പഠന റിപ്പോർട്ട്. 3 വർഷത്തിലധികം പ്രായമായ ഒട്ടകങ്ങളിൽ 95% കൊറോണ വൈറസിനെ ചെറുക്കാൻ കഴിയും. 6 മാസം പ്രായമായവയ്ക്ക് മാത്രം പ്രതിരോധശേഷിയില്ല. ദുബായിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കായുള്ള പരിശോധനകൾ സാമ്പത്തിക മന്ത്രാലയം കർശനമാക്കി. ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 2 ലക്ഷത്തിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ. വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് സാമ്പത്തിക മന്ത്രാലയം. UAEയിൽ തീപിടുത്തം മുതൽ യുദ്ധം വരെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജനങ്ങൾക്കായുള്ള മാർഗരേഖ പുറത്തിറക്കി. ലക്ഷ്യം അപകടങ്ങളും തീപിടുത്തങ്ങളും നടക്കുമ്പോൾ ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കൽ. മാർഗരേഖയിൽ കെട്ടിടങ്ങളിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനവും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.